അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. ഇറാനിലെ 140 കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം. ഗൾഫ് മേഖലകളിൽ ഇറാന്റെ പ്രത്യാക്രമണം. സൗദി ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോർദാനിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് ഇറാൻ അടയ്ക്കുകയും ചെയ്തു. ഹോർമൂസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. ഇതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന ഇറാന്റെ അവകാശവാദം തള്ളി അമേരിക്ക. എന്നാൽ തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും കടന്നുപോകാനാവില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഫോം 6 മാതാപിതാക്കളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വിവരങ്ങൾ നൽകണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയത്. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും കമ്പനി നൽകും. അപകടത്തിൽ പരിക്കേറ്റ 9 പേരിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം കൈമാറും. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഹൈക്കോടതിയാണെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വത്തിനും സർക്കാരിനും ഒരു റോളുമില്ല. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? ശബരിമലയിൽ അമിതമായി കോടതി ഇടപെടൽ വേണോ എന്നും കെ മുരളീധരൻ ചോദിച്ചു. CPM-ൽ സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങളിൽ മാറ്റമില്ല. അതേസമയം നേതൃത്വത്തിന്റെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സമ്മേളന പ്രതിനിധികൾ ആരോപിച്ചു. പാർട്ടി പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റം വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. പാർട്ടി ജനങ്ങളിലേക്കും അനുഭാവികളിലേക്കും ഇറങ്ങണമെന്നും പാർട്ടിയോടൊപ്പം നിൽക്കാവുന്ന ഗ്രൂപ്പുകളെയെല്ലാം ഒരുമിപ്പിക്കണമെന്നും യോഗം വിലയിരുത്തി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. പാലത്തിൽ നിന്നും 150 മീറ്റർ താഴെ ഏലത്തോട്ടത്തിലെ കുളത്തിലായിരുന്നു ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം. നെഹ്റു ട്രോഫി ഒന്നാം സമ്മാനത്തുക 5 ലക്ഷം രൂപയിൽ നിന്ന് സർക്കാർ 25 ലക്ഷമായി ഉയർത്തി. രണ്ടാം സമ്മാനം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം നേടുന്നവർക്ക് 15 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. വള്ളം കളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 2 കോടി രൂപയായും ഉയർത്തി. പ്രധാനമന്ത്രിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ മലപ്പുറം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സൈബർ പെട്രോളിംഗിനിടെയാണ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും തുടർന്ന് ഇത് ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്തതായും പോലീസ് അറിയിച്ചു. ഒറ്റയ്ക്കല്ല, പാസുകൾ നൽകി മുന്നോട്ടു പോകണമെന്ന സന്ദേശമാണ് ഫുട്ബോൾ എല്ലാവർക്കും നൽകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാസ് നൽകിയാണ് പാർട്ടിയെയും മുന്നോട്ട് നയിക്കേണ്ടത്. പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്ന അഭിപ്രായ പ്രകടനം നേതാക്കൾ ഒഴിവാക്കണം. പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന സമീപനം പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF സർക്കാർ ഭരണത്തിലെത്തി 2 മാസമായിട്ടും മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫായില്ല. പ്രധാന നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് കാരണം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥന്റെ നിയമനം ഉൾപ്പെടെ പല മന്ത്രിമാരുടെയും ഓഫീസുകളിൽ വിവിധ തസ്തികകളിൽ ജോലി തുടങ്ങിയ പലർക്കും നിയമന ഉത്തരവ് ആയിട്ടില്ല. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിൽ. അടൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. മാലിന്യം ശേഖരിച്ച ഹരിതകർമ്മ സേനയ്ക്ക് 5 വർഷത്തെ വരുമാനം 40.06 കോടി രൂപ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയ ക്ലീൻ കേരള കമ്പനി വഴിയാണ് ഈ നേട്ടം ഉണ്ടാക്കിയത്. 2025-26 വർഷം കമ്പനിയുടെ ഏകദേശ വിറ്റുവരവ് 66.40 കോടി രൂപയും ലാഭം 10.16 കോടി രൂപയുമാണ്. ഇങ്ങനെ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 40 കോടി രൂപ കിട്ടി. ജി സുധാകരൻ MLA-ക്ക് താക്കീതുമായി CPM ജില്ലാ സെക്രട്ടറി R നാസർ. പൊതുവേദികളിലെ അധിക്ഷേപം അവസാനിപ്പിച്ചില്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്.
PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PS-ന്റെ ലേഖനം. കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷ് കാളിയാടന്റെ ലേഖനം പറയുന്നത്. ഇടതു ഭരണകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനം വിമർശിക്കുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും ഓരോ നേതാക്കൾ അവരുടെ ശൈലിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുവെന്നേയുള്ളൂവെന്നും CPM നേതാവ് M. സ്വരാജ്. പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വിശദീകരിച്ചിട്ടുണ്ടെന്നും സ്വരാജ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. 185 വിവാഹങ്ങളാണ് ഇന്നലെ നടന്നത്. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. 11 മണിവരെ ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെ ഭക്തരെ നിയന്ത്രിച്ചു. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിന് മുൻപ് 12 മണിയോടെ വിവാഹങ്ങൾ പൂർത്തിയായി. മിഥുനമാസത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 721 കുട്ടികൾക്ക് ചോറൂണ് നൽകി. വഴിപാടിനത്തിൽ മാത്രമായി 99,03,014 രൂപയാണ് ക്ഷേത്രത്തിൽ ലഭിച്ചത്. താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് BJP നേതാവ് KS രാധാകൃഷ്ണൻ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അപമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിൽ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തിയവർ പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി വരുത്തിയിട്ടുണ്ടാക്കില്ല. മോഹനര് തന്ത്രിയെ വേശ്യപുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. ക്ഷേത്രത്തിന്റെ ഉടമകളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തന്ത്രികളെ നിയമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ സ്വീകരിച്ച നടപടികളെ പ്രശംസിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തിരക്ക് കുറയ്ക്കാനും രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാനുമായി പുലയനാർകോട്ട ആശുപത്രിയിൽ സംവിധാനം ഒരുക്കിയതായുള്ള മുരളീധരന്റെ പോസ്റ്റ് പങ്കുവച്ചാണ് പ്രശംസ. ഗവിയിലേക്ക് കൂടുതൽ ബസ് സർവീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട DTO KSRTC MDക്ക് കത്ത് നൽകി. പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിക്ക് പോകുന്ന പ്രിയദർശിനി ബസ് ഇന്നലെയും വനത്തിനുള്ളിൽ കേടായി. 42 പേരെ ഉൾക്കൊള്ളാവുന്ന ബസ്സിൽ 100-നടുത്ത് യാത്രക്കാർ കയറുന്നുണ്ട്. ഇതോടെയാണ് ബസ് തകരാറിലാകുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുഗതാഗതത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സർക്കാരിനുള്ളതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. KSRTCയെ പുറംപോക്കിലേക്ക് തള്ളിവിടില്ല. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്താവും KSRTCയെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയെന്നും മന്ത്രി പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണ വിഷയങ്ങൾ ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം ഫെഡറലിസത്തിന് എതിരായി പ്രവർത്തിക്കുന്നുവെന്നും LDF സർക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെന്നും KK ശൈലജ. നീറ്റ് പരീക്ഷ അടിച്ചേൽപ്പിച്ചതുപോലെ PM ശ്രീയും സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും അവർ പറഞ്ഞു. അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കൈപൊട്ടിയ സംഭവത്തിൽ കല്ലിങ്ങൽ MSMHSSലെ സ്കൂളിലെ അധ്യാപകൻ ബൽരാജിനെ സസ്പെൻഡ് ചെയ്തു. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രി KA തുളസിയുടെ ഡ്രൈവർ നിയമനത്തിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. പാലക്കാട്ടെ DYFI പ്രവർത്തകന് നിയമനം നൽകിയതിനെതിരെ KPCCക്കും AICCക്കുമാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മണിയോടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. S. ജാനകി ഓർമ്മയായി. തെന്നിന്ത്യൻ വാനമ്പാടിക്ക് നെഞ്ചുരുകി പ്രണാമമർപ്പിച്ച് രാജ്യം യാത്രാമൊഴിയേകി. KS ചിത്ര അടക്കമുള്ള സംഗീതജ്ഞർ കണ്ണീരോടെ വിടയേകി. മൈസൂരുവിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഗാനലോകത്തിന്റെ ജാനകിയമ്മയ്ക്ക് ആദരവേകിയ ശേഷമായിരുന്നു സംസ്കാരം. മൈസൂരു മഹാരാജ ഗ്രൌണ്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് കനിയനഹുണ്ടി ഫാം ഹൌസിൽ സംസ്കാരത്തിനായി ജാനകിയുടെ ഭൌതിക ശരീരം എത്തിച്ചത്. സംസ്ഥാന സർക്കാർ പൂർണ്ണ ബഹുമതികൾ അർപ്പിച്ചു. പേരക്കുട്ടി അപ്സരയാണ് ജാനകിയമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. തെലുങ്ക് ബ്രാഹ്മണ ആചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. BJPക്കെതിരെ ദേശീയ തലത്തിൽ വിജയിയുടെ TVKയും DMKയും ഒന്നിക്കണമെന്ന VCKയുടെ നിർദ്ദേശം DMK തള്ളി.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ വഞ്ചിച്ച് TVKയെ പിന്തുണച്ച കോൺഗ്രസിനെയും VCKയെയും DMK രൂക്ഷമായി വിമർശിച്ചു. SIR നടപടി ന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് കാണിച്ച് ഐക്യരാഷ്ട്രസഭയുടെ 3 പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ബംഗാളിലെയും ബീഹാറിലെയും വോട്ടർ പട്ടിക പരിഷ്കരണം ദശലക്ഷക്കണക്കിന് ആളുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കിയതായി കത്തിൽ ആരോപിക്കുന്നു. തദ്ദേശീയ മിസൈൽ നിർമ്മാണം സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നിർമ്മിത അസ്ത്ര മിസൈൽ വാങ്ങാൻ ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിറകെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അസ്ത്ര മാർക്ക് 2 BVR മിസൈലുകൾ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രപ്പോസൽ പ്രതിരോധ മന്ത്രാലയം ഉടൻ പുറത്തിറക്കും. വാട്സാപ്പിൽ ലഭിച്ച ടിക്കറ്റ് ചിത്രമോ സ്ക്രീൻഷോട്ടോ യഥാർത്ഥ ടിക്കറ്റിനായി കാണിക്കാനാകില്ലെന്ന് റെയിൽവേ. വാട്സാപ്പിലൂടെ ഫോർവേഡ് ചെയ്ത ടിക്കറ്റുകളുടെയോ സ്ക്രീൻഷോട്ടുകളുടെയോ അടിസ്ഥാനത്തിൽ ഇനി മുതൽ യാത്ര അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കി. യാത്രക്കാർ അംഗീകൃത റെയിൽവേ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ലഭിച്ച യഥാർത്ഥ ടിക്കറ്റോ റെയിൽവേ കൌണ്ടറിന് മുന്നിൽ നിന്ന് വാങ്ങിയ അച്ചടിച്ച ടിക്കറ്റോ ഹാജരാക്കണമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ നിരാശയും ദുഃഖവുമുണ്ടെന്ന് RSS. അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ട്രസ്റ്റ് ജാഗ്രത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർണാടകയിൽ നടന്ന RSS പ്രാന്ത പ്രചാരക് ബൈഠക്കിൽ പറയുന്നു. ചില്ലറ തരാത്തതിന് ബംഗളൂരുവിൽ ഗതാഗത മന്ത്രിയോട് ബസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട് കണ്ടക്ടർ. BMTC ബസിൽ രഹസ്യമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മന്ത്രി ബൈരാതി സുരേഷിനോട് കണ്ടക്ടർ ബസിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ടത്. മാസ്ക് ധരിച്ചെത്തിയ മന്ത്രിയെ തിരിച്ചറിയാതെ പോയതാണ് കണ്ടക്ടർക്ക് അമളി പറ്റിയത്. ഖത്തറിന്റെ മുൻ ഭരണാധികാരിയായിരുന്ന ഫാദർ അമീർ എന്നറിയപ്പെടുന്ന ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ഷൈഖ് ഹമദ് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നുവെന്നും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും പ്രധാനമന്ത്രി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഗൾഫ് മേഖലയെ ലക്ഷ്യം വയ്ക്കുന്നതിൽ ഇറാനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ഒമാൻ. ഗൾഫ് മേഖലയ്ക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഒമാൻ പ്രതിഷേധം അറിയിച്ചു. US സെനറ്ററും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായ ലിൻസി ഗ്രഹാം അന്തരിച്ചു. പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്നാണ് അന്ത്യമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സൗദി അറേബ്യയിൽ ഭരണതലത്തിൽ നിർണായക അഴിച്ചുപണികൾ നടത്തി സൽമാൻ രാജാവിന്റെ പുതിയ ഉത്തരവുകൾ പുറത്തിറങ്ങി. ശനിയാഴ്ച വൈകിട്ടാണ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടും പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള നിരവധി രാജകീയ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചത്. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നർ നിലനിർത്തി. ഫ്രഞ്ച് ഓപ്പണിലെ വിജയഗാഥ തുടരാൻ അലക്സാണ്ടർ സ്വരേവിനായില്ല. ആദ്യ സെറ്റ് നഷ്ടമായെങ്കിലും പിന്നീട് 3 സെറ്റുകൾ സ്വന്തമാക്കിയാണ് സിന്നർ സ്വരേവിനെ കീഴടക്കിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഫൈനൽ നാളെ അർദ്ധരാത്രി 12:30 മുതൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള സെമി ഫൈനൽ ബുധനാഴ്ച രാത്രി 12:30-ക്കാണ്. ഇന്നലെ നടന്ന 4ാം ക്വാർട്ടർ ഫൈനലിൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയ സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന സെമി ഫൈനലിലേക്ക് എത്തിയത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കും സിംബാബ്വെക്കെതിരായ T20 പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ BCCI അടിയന്തര മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഏകദിന ടീമിൽ പരിക്കേറ്റ പേസർ ഹർഷിത് റാണയ്ക്ക് പകരം യുവ ഫാസ്റ്റ് ബോളർ പ്രിൻസ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തി. T20യിൽ പരിക്കേറ്റ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് പകരം ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.